വെള്ളത്തിൽ ഉറുമ്പ് പട്ടം ചുറ്റുന്ന കാണുമ്പോൾ ഒരു വേദന തോന്നുക. അപ്പം ആ ഒരു ഇലയെങ്കിലും എടുത്തിട്ട് അതിനൊന്നാണ് മേലക്കാക്കി വെക്കുക. അപ്പം അത് രക്ഷപ്പെട്ടു. അതിൽ ഉറുമ്പാണ്. എത്ര ഉറുമ്പ് ദിവസം കൊല്ലപ്പെടും. മനസ്സിലാണ്ട് പറഞ്ഞത് ഇങ്ങനെ എന്തൊക്കെ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുക. വാഷ് ബേസിനിൽ ചെന്ന് നോക്കുമ്പോൾ നിറയെ ഉറുമ്പ. അപ്പോൾ തൽക്കാലം അവിടുന്ന് കൈ കഴുകിയില്ല. എന്തുകൊണ്ട്? ആ കൈ കഴുകിയാൽ അത് മുഴുവൻ ചത്തു. അതിൻ്റെ റഹ്മത്താണ്. അത് നിന്നെ പോലത്തെ ഒരു ജീവിയാണ്. അതും അള്ളാന്റെ സൃഷ്ടിയാണ്. അതൊരു ജീവിയാണ്. നീ അത് കൈ കഴുകിയാൽ അതിന് മലവെള്ളപ്പാച്ചിൽ പോലെ എത്തുന്ന അടുത്ത കർക്കിടക മാസത്തിൽ നിന്നെ കാത്തിരിക്കുന്ന സാധനം പോലെയാണ് ഈ വാഷ് ബേസിനിലേക്ക് വെള്ളമൊഴിക്കും. അതിനൊന്ന് അത് പരലോകത്തെത്തിയാൽ ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനോട് ചോദിക്കും, എങ്ങനെ നിങ്ങൾ മരിച്ച്? എന്നല്ലോ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കത്തിൽ മരിച്ചു. ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞാറമ്മ കൈ കഴുകിയതാണ്. അതിന്റെ വെള്ളപ്പൊക്കം അതാണ്. കുഞ്ഞാറമ്മ കൈ കഴുകിയതാണ്. അല്ലേ? മനസ്സിലല്ലേ കുട്ടികളെ? അപ്പൊ എന്താ വാഷ് ബേസിന്റെ അവിടെ ചെന്ന് നോക്കുമ്പോ ഉറുമ്പുണ്ട്, നിറയെ ഉറുമ്പ. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, അല്ലെങ്കിൽ സെർവന്റിനോട്, വേലക്കാരനോട് പറഞ്ഞു, ആരോടോ പറഞ്ഞു, നിശ്ചിതാൽക്കാലം അവിടുന്ന് കൈ കഴുകിയില്ല. നിനക്ക് ധൃതിയാണ്, നിനക്കതൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ലത്. പക്ഷെ ചിലപ്പോൾ നിനക്ക് അതിനൊന്നും കഴിയില്ല. നാലൊരാൾ പറഞ്ഞു അവിടെ ഉറുമ്പുണ്ട്, ആ ഉറുമ്പിനൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാം. അവിടുന്ന് വെള്ളം ഒഴിച്ചാണ് നിന്ന് കൊല്ലരുത്, പിന്നെ അവിടുന്ന് ഒന്ന് എടുത്താണ് മെല്ലെ ഒന്ന് പുറത്തേക്കാക്കി. അങ്ങനെ പറഞ്ഞു. നീ എനക്ക് ചെയ്യാം, പക്ഷെ നിനക്ക് നേരം കിട്ടിയില്ല. വേറൊരാളോട് പറഞ്ഞു, കൈ കഴുകിയില്ല. അവരും കണ്ടു മുതലാളി കൈ കഴുകിയിട്ടില്ല. ആ ഉറുമ്പിനെ മരിക്കുന്നു പേടിച്ചിട്ടാണ്. അപ്പം തൊഴിലാളിയും അങ്ങനെ തന്നെ അനുവർത്തിക്കും. കാരണം മുതലാളിക്ക് ദേഷ്യം വരും, ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു കരുണയാണത്. നിന്റെ സിഫത്തുകളിൽ നീ എന്നെന്നും നീ എനിക്ക് നൽകി എന്നെ സഹായിക്കണം. അള്ളാഹുവിൻ്റെ മനസ്സിലായില്ലേ? എന്താ പറഞ്ഞ ധർമ്മം കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അതാണ് ഹബീബായ നബിയുടെ ധർമ്മമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അഴിച്ചുവിട്ട കാറ്റിനേക്കാൾ ധർമ്മം കൊടുക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. അഴിച്ചുവിട്ട കാറ്റ് ഇങ്ങനെ അടിച്ച് എല്ലാവരും തണുപ്പിക്കും. അതിനേക്കാൾ ധർമ്മമാണ് റസൂലുള്ളാഹിന്റെ. അഴിച്ചുവിട്ട കാറ്റിനേക്കാൾ ധർമ്മം കൊടുക്കുന്ന ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഒക്കെ കൂട്ടുക തന്നെയായിരിക്കും. എന്തിട്ടാണ് മനസ്സിലായില്ലേ? ഇതന്നെ നമുക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതാണ് മനുഷ്യന്റെ മഹത്വം. നീട്ടുന്നില്ല. ഇതൊക്കെ നമുക്കും നേടിയെടുക്കാൻ കഴിയും. ഇന്നലില്ലാഹി അല്ലാഹു തആലക്ക് 117 പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. മൻ ഖാമ ബിവാഹിദി മിൻഹാ ദഖലൽ ജന്ന. അതിൽ ഒരു സ്വഭാവം ഒരാൾ കിട്ടിയാലും സ്വർഗ്ഗത്തിൽ. 117 പ്രത്യേക സ്വഭാവങ്ങൾ. ഒരു സ്വഭാവം കിട്ടിയാലും സ്വർഗ്ഗത്തിൽ കിട്ടാവുന്നതാണ്. എന്ത്? വേറൊരാൾ വേദനിക്കുമ്പോൾ ഒരു വേദന അവന് കൊടുക്കണമെന്നുള്ള ചിന്ത. അതൊക്കെ തന്നെ ധർമ്മം കൊടുത്ത ഒരാളും പരാജയപ്പെടില്ല. പക്ഷെ അതിന് പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരിക്കലും പരാജയപ്പെടില്ല. അരീനി ജവാദൻ മാത ഹുസ്ലൻ ലഅല്ലനി അറാമാ തുരീന ഔ ബഖീലൻ മുഖല്ലദ. ധർമ്മം കൊടുത്തിട്ട് മെലിഞ്ഞു പോയ ഒരാളെ കാണിച്ചുക, ലുബ്ധത കാണിച്ച് നേടിയ ഒരാളെയും കാണിച്ചുക. ഇതാണ് കവിതയുടെ ആശയം. അരീനി ജവാദൻ മാത ഹുസ്ലൻ ലഅല്ലനി അറാമാ തുരീന ഔ ബഖീലൻ മുഖല്ലദ. ലുബ്ധനായതുകൊണ്ട് സമ്പത്ത് നിലനിർത്തിയ ഒരാളെ കാണിച്ചതാ? ഇല്ല. ബഖീലായതുകൊണ്ട് മുതലങ്ങനെ നിലനിന്നു. എന്നിട്ട് അങ്ങനെ ഇവിടെ മുതലും കൊണ്ട് അങ്ങനെ പുറത്തു അങ്ങനെ ആളാരാളുള്ളത്? ഇല്ല. ധർമ്മം കൊടുത്തത് മെലിഞ്ഞു ഒരാളുണ്ടാവില്ല. ധർമ്മം കൊടുത്തിട്ട് മെലിഞ്ഞിട്ടുണ്ടാകും. ധർമ്മത്തിൽ ഇരട്ട വന്നിട്ടുണ്ടാവും. ഇരട്ട എന്ന് പറഞ്ഞാൽ കൊടുക്കലും മറ്റൊരാളെ കാണിക്കലും. അപ്പൊ മെലിയും. അത് ധർമ്മമല്ല, അത് ഇറാത്താണ്, കാണിക്കലാണ്.
ധർമ്മം കൊടുത്തൊരാൾ മെലിയൂല. മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാരണമുണ്ട്. ഒരിക്കലും മെലിയും. ലുബ്ധനായി നേടുകയുമില്ല. ലുബ്ധനായി നേടൂല. ധർമ്മം കൊടുത്ത് നശിക്കൂല. ഇനി നശിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. എന്തുകൊണ്ട്? ആ ധർമ്മത്തിൽ വേറൊന്ന് താല്പര്യം കയറ്റിയിട്ടുണ്ടാവും, പൊളിയും. ഒരിക്കലും പേടിക്കണ്ട, പേടിക്കേ വേണ്ട. ഒരാൾ ഇലാഹിയായ താല്പര്യത്തിന് വേണ്ടി ധർമ്മം കൊടുത്തതാണെങ്കിൽ നശിക്കേയില്ല. അവന്റെ മക്കൾ നശിക്കൂല. ചില മക്കൾ നശിക്കും. എന്തുകൊണ്ട്? ഇറാഅത്ത്, ജനങ്ങളെ കാണിക്കൽ മാത്രമായിരിക്കും ഇതിന്റെ താല്പര്യം. അപ്പം മക്കൾ കൈനീട്ടേണ്ടി വരും. വേറൊരാൾ എൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നതായി ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് എങ്കിൽ ഇവിടെ അള്ളാഹു തആല തിരിച്ചടിക്കും. ഇവന്റെ മകൻ നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. അള്ളാഹു തആല കാത്തിരിച്ചിക്കട്ടെ. പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കേ വേണ്ട. പേടിക്കണ്ട വേണ്ട. അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, അങ്ങനെ ഒന്നും പേടിക്കണ്ട. അതൊന്നും ഇവരൊന്നും അല്ലല്ലോ ഇവിടെ ഭരിക്കണം. അള്ളലില്ല, ഭൂമിയൊന്നും അള്ളാഹുവിൻ്റെ തന്നെ. പിന്നെ പേടിക്കണം. നീ ഒന്നും പേടിക്കണ്ട. നീ ആരെ ഭയപ്പെടും? അള്ളാഹുവിനെ ഭയപ്പെടും. ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് നന്മയെ. പിന്നെ ഒന്നും പേടിക്കണ്ട. അതും പിന്നെ പേടിക്കേ വേണ്ട. നീ എന്തിനു പഠിക്കുന്നു? ND അധികാരത്തിൽ വന്നു, UP അധികാരത്തിൽ വന്നു, നിങ്ങളെല്ലാവരും മൂക്കപ്പൊടിയാക്കി വലിക്കും. അതൊക്കെ വെറും വർത്തമാനങ്ങളാണ്. ഭരിക്കുന്ന ഇന്നൽ അർളില്ല യുരിദുഹാ മൻ യശാഉ മിൻ ഇബാദി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. നീ എന്തിനു പഠിക്കുന്നു? നീ നിന്റെ പണിയെടുക്കുക. മറ്റതൊക്കെ പ്രൊപ്പഗണ്ടകളാണ്. ഈ പ്രൊപ്പഗണ്ടകളുടെ പിന്നാലെ താല്പര്യങ്ങളുണ്ടാവും. ഓരോന്നിനും താല്പര്യങ്ങളുണ്ടാവും. ഓരോന്നും. ഒരു കുട്ടി ചോറ് കഴിക്കാതിരിക്കുമ്പോൾ മുറ്റത്തിറക്കി ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ പറയും, എന്ത് അങ്ങോട്ട് നോക്ക്, കൊത്താമ്പി വരുന്നുണ്ട്, വേഗം ചോറുന്നോ. ചോറുന്നാത്ത കുട്ടികളെല്ലാം പിടിച്ചിട്ട് മുങ്ങും. അങ്ങനെയാണ്, അവിടെ പ്രേതമുണ്ട് എന്നിങ്ങനെ പറയും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് കുട്ടി ചോറ് തിന്നാനുള്ള ഒരു താല്പര്യം മാത്രമാണ്. ഇക്കാലം വരെ ഒരു പുരയിലും കോത്താമ്പി എന്നൊരാൾ വന്നിട്ടേയില്ല. എന്നാൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി കുട്ടികളെ ചോറ് തെറ്റാൻ വേണ്ടി ഉമ്മമാർ നടത്തുന്നൊരു ടൂളാണ് എന്ത്? ബഹുമാനപ്പെട്ട കോത്താമ്പി. അങ്ങനെ പറയാം. കോത്താമ്പി അവിടെ പുറപ്പെട്ടു. വായത്തോട്ടത്തിലുണ്ട്. വെന്തുന്നോട് കുട്ടി ചോറുന്നാത്ത കുട്ടികളെ മുഴുവൻ പിടിക്കും. അപ്പോൾ കുട്ടി വേഗം ചോറുന്നു. താല്പര്യങ്ങളാണ്. എന്ന് ചോദിക്കുന്നത്. ഇന്നൽ ഈ ഭൂമി അടക്കി ഭരിക്കാൻ അള്ളാഹു ഒരാൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുടുങ്ങും. അതുണ്ടാവില്ല. ഈ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ അവൻ എന്നെന്നും ഇത് നിലനിർത്തും. അതിന് അവൻ ഉദ്ദേശിക്കുന്ന ദിവസം വരെ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ അവൻ ഇത് നിലനിർത്തും. ഇന്നൽ അർളില്ല യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഈ പഠിക്കുന്നത് നോക്ക്. സർമദൻ എന്നെന്നും നിന്റെ സിഫത്തിൽ നിന്ന് നീ എന്റെ സിഫത്തിനെ സഹായിക്കണം. എന്റെ ആത്മജ്ഞാനത്തെയും എന്റെ വിജ്ഞാനത്തെയും നീ പൂർത്തിയാക്കുകയും വേണം. അതിനെ നേരെയാക്കി തരുകയും വേണം. مناهيج حق الحق دهرا مؤبدا وتهدينا نهجر رشادي أئمة لأهل التقى والفوز جندا مجندا صلاة وتسليم على من سمت به جميع الورى والصحب والآل أحمدا وتبصرني നീ എനിക്ക് ഉൾക്കാഴ്ച തരണം. എനിക്ക് നീ ഉൾക്കാഴ്ച തരണം. ബസാറത്ത് എനിക്ക് നീ ഉൾക്കാഴ്ച തരണം. പിന്നെ നീ എനിക്ക് ഉൾക്കാഴ്ച തരണം. പിന്നെ നമ്മുടെ സംഘത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും അവർക്കൊക്കെ നീ ഉൾക്കാഴ്ച കൊടുക്കും. നമ്മുടെ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിനെ പ്രണയിച്ചുകൊണ്ട് നിൽക്കുന്ന സകല വിശ്വാസ സമൂഹവുമായിരിക്കാം, അല്ലെങ്കിൽ തിജാനികളായിരിക്കാം. എന്തുകൊണ്ട്? ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേക സംഘം എന്ന് പറഞ്ഞാൽ അതാരാണ്? തിജാനികൾ. AD 1900 ജനിക്കുകയും AD 1975 മരിക്കുകയും ചെയ്ത ഈ മഹാൻ
തിജാനി ത്വരീഖത്തിൽ ലോകം കണ്ട 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഷെയ്ഖാണ്. അപ്പോൾ വൽ മുന്തമീല ഹിസ്ബ്, ഹിസ്ബ് പറഞ്ഞാൽ പാർട്ടി, എൻ്റെ പാർട്ടിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അതാരാ? തിജാനികൾ. ആയിരിക്കാം പറഞ്ഞ ഉദ്ദേശം. അല്ലെങ്കിൽ സത്യത്തെ പ്രണയിക്കുന്ന സകല ആളുകൾ എന്നും അതിന് അർത്ഥം വെക്കാം. എല്ലാവർക്കും ഉൾക്കാഴ്ച തരണം. ഉൾക്കാഴ്ച കിട്ടിയാൽ നന്നാവും, ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ നാശാവും. അല്ലാഹു നമുക്ക് ഉൾക്കാഴ്ച തരട്ടെ. കാഴ്ച അതാണ് വിഷയം. പിന്നെ وتبصرني എന്ന് وتبصرني والمنتمين لحزبنا مناهج حق الحق دهرا مؤبدا. എനിക്ക് നീ ഉൾക്കാഴ്ച തരണം. വൽമുന്തമീന ലിഹിസ്ബിന, എൻ്റെ പാർട്ടിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും, എൻ്റെ പാർട്ടിയിൽ ചേർന്ന് വളരാൻ കൊതിക്കുന്നവരെല്ലാവർക്കും. മുന്തമീന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. വൽമുന്തമീന, വളരാൻ കൊതിക്കുന്നവർ എൻ്റെ പാർട്ടി ചേർന്ന്. തിജാനിയായത് എന്തിനാണ്? ആത്മീയ വഴിയിൽ വളരാൻ വേണ്ടിയാണ്, അല്ലേ? പറയേ, എന്തിനാണ് അവൻ തിജാനിയായത്? എന്തിനാ ഖാദിരിയായത്? എന്തിനാ റിഫായിയായത്? എന്തിനാ ഷാദുലിയായത്? അതൊക്കെ അള്ളാഹുവിലേക്കുള്ള വഴികളാണ്. എന്തിനാണ് ഷാഫി ചേർന്നത്? ഷാഫി മദ്ഹബിൽ ചേർന്ന്. എന്തിനാണ്? ഹമൽ നേരായ വഴി വളരണം. അവൻ ഹനഫിയായി, മാലിക്കിയായി, അവന് തോന്നിയതുപോലെ ജീവിച്ചതല്ല. അവൻ മഹാന്മാരുടെ വഴിയിലാണ് ചേർന്നത്. അല്ലെങ്കിൽ ഖാദിരി ത്വരീഖത്തിൽ ചേർന്നു, റിഫായി ത്വരീഖത്തിൽ ചേർന്നു, ഷാദിരി ത്വരീഖത്തിൽ ചേർന്നു, എന്താ പറയുക, ചിശ്തി ത്വരീഖത്തിൽ ചേർന്നു. അതൊക്കെ വളരാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരാൻ വേണ്ടിയാണ്. എനിക്കും നീ ഉൾക്കാഴ്ച തരണം റബ്ബേ. എന്റെ സംഘത്തിൽ ചേർന്ന് വളരാൻ കൊതിക്കുന്നവർക്കൊക്കെയും, എല്ലാ തിജാനികൾക്കും എന്നർത്ഥം, എല്ലാ നന്മയുടെ ആളുകൾക്കും എന്നർത്ഥം. അങ്ങനെയൊക്കെ അതിനർത്ഥം വെക്കാം. പിന്നെ എങ്ങോട്ടാണ് വഴി? എങ്ങോട്ടാണ് എനിക്ക് ഉൾക്കാഴ്ച കാണിക്കേണ്ടത്? മനാഹിജ ഹഖിൽ ഹഖി, സത്യത്തിന്റെ സത്യമായ മാർഗങ്ങളിലേക്ക്. സത്യത്തിന്റെയും സത്യം, ഹഖുൽ ഹഖ്, സത്യത്തിന്റെയും സത്യം. മനസ്സിലായില്ലേ? സത്യത്തിന്റെയും സത്യം. നിന്നെ വിശ്വസിക്കുക എന്നത് സത്യം, നിന്നെ അറിയുക എന്നത് ഏറ്റവും വലിയ സത്യം. ഹഖുൽ ഹഖ്, സത്യത്തിലെ ഏറ്റവും വലിയ സത്യമാണ് എന്ത്? മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയൽ. അതിലേക്കുള്ള വഴി എന്താണ്? അത് ഇസ്ലാമിയത്താണ്. അപ്പൊ ഇസ്ലാമിയത്തിന്റെ ഹഖിൽ തന്നെ ഹഖാണ് എന്ത്? മൻഹജു മഅരിഫ, മഅരിഫത്തിന്റെ മാർഗം. അല്ലാഹുവിനെ തിരിയും. അല്ലാഹുവിനെ അറിയില്ലാന്നറിയാം. നീ എനിക്ക് ഉൾക്കാഴ്ച നൽകണം. എനിക്ക് നീ ഉൾക്കാഴ്ച നൽകണം. നമ്മുടെ സംഘത്തിലേക്ക് ചേർന്ന് വളരാൻ കുതിക്കുന്ന എല്ലാവർക്കും. എങ്ങോട്ടാണ് ഉൾക്കാഴ്ച നൽകേണ്ടത്? മനാഹിജ ഹഖിൽ ഹഖി, സത്യത്തിന്റെയും സത്യമായ മാർഗങ്ങളിലേക്ക്. സത്യത്തിന്റെയും സത്യം, ഇസ്ലാമിയത്തൊരു സത്യമാണ്, അതിൽപ്പെട്ട സത്യമാണ് എന്ത്? മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയൽ. അതിന്റെ വഴികൾ, ആ വഴികളിലേക്ക് ഞങ്ങൾക്ക് ഉൾക്കാഴ്ച തരണം. ആ ഉൾക്കണ്ണാണ് തുറന്നാൽ അള്ളാഹനെ കാണും, അള്ളാഹനെ അറിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ കാലങ്ങളോളം, മുഅബ്ബദൻ എന്നെന്നും, അബദ് എന്നെന്നും. അബദ് എന്ന വാക്കിൽ നിന്നാണ് മുഅബ്ബദ് എന്ന വാക്കുണ്ടാക്കിയത്. ദഹ്റൻ മുഅബ്ബദൻ, ഞങ്ങൾ ശേഷിക്കുന്ന കാലമത്രയും. മനാഹീജ ഹഖിൽ ഹഖി ദഹ്റൻ മുഅബ്ബദാ, ഞങ്ങൾ ശേഷിക്കുന്ന കാലമത്രയും. ദഹ്റൻ, കാലമത്രയും. മുഅബ്ബദൻ, ഞങ്ങളെ ശേഷിപ്പിക്കപ്പെടുന്ന കാലമത്രയും. ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഞങ്ങൾ എന്തിലേക്കാക്കണം? സത്യത്തിന്റെയും സത്യമാകുന്ന വഴികളിലേക്ക് ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണം, അകങ്കാഴ്ച നൽകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ ഞങ്ങൾക്ക് നീ വഴി കാണിക്കുകയും വേണം. നഹ്ജർ റഷാദി, വിവേകത്തിന്റെ മാർഗത്തിലേക്ക്. ഇമത്തൻ, ഞങ്ങൾ തന്നെ നേതാക്കളായ നിലയിൽ. ആർക്ക് നേതാക്കൾ? അഹ്ലി തുഖാ വൽ ഫൗസി, വിജയത്തിന്റെയും തഖ്വയുടെയും അഹ്ലുകാർക്ക് ഞങ്ങൾ നേതാക്കളാകണം.
ജിന്ദൻ മുജന്നദൻ, ഒരുക്കപ്പെട്ട സൈന്യമായിട്ട്. മനസ്സിലായില്ലേ? കീഴ്പ്പെടുത്തപ്പെട്ട, മനസ്സിലായില്ലേ? കീഴ്പ്പെടുത്താൻ യോഗ്യതയുള്ള സൈന്യം. ജിന്ദൻ മുജന്നദൻ, സകല വഴികളിലും സകല നാടുകളിലും ആ നാടുകളിലും ആരും കീഴ്പ്പെട്ടു പോകുന്ന സൈന്യം. അവരാണ് വന്നാൽ ഒരു തലതായിട്ട്. സ്വഹാബത്ത് ഒരു ജിന്ദു മുജന്നദാണ്, ഒരു കീഴ്പ്പെട്ടു പോകുന്ന സൈന്യമാണ്. ആരും കീഴ്പ്പെട്ടു ഒരു തല വെട്ടിയിട്ടല്ല. പിന്നെന്ത്? അവരെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? അവരാരാണ്? അവര് അവരാര് കണ്ടാലും നേർമാർഗത്തിലാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് നീ വഴി കാണിക്കുകയും വേണം. എങ്ങോട്ട് വഴി കാണിക്കണം? നഹ്ജർ റഷാദി, വിവേകത്തിന്റെ മാർഗത്തിലേക്ക്. ഇമ്മത്തൻ, ഞങ്ങൾ തന്നെ നേതാക്കളായ നിലയിൽ. ആർക്ക് നേതാക്കൾ? തഖ്വയുടെ അഹ്ലുകാർക്കും വൽ ഫൗസി, വിജയത്തിന്റെ അഹ്ലുകാർക്കും. വിജയത്തിന്റെയും തഖ്വയുടെയും അഹ്ലുകാർക്ക് ഞങ്ങൾ ആരാകണം? നേതാക്കളാകണം എന്ന നിലയിൽ. ഒന്നും കൂടി അർത്ഥം വെക്ക്. നോക്ക്. ഒത്തഹ്ദിയന, ഞങ്ങൾക്ക് നീ മാർഗം കാണിക്കണം. ഏത് മാർഗം? നഹ്ജർ റഷാദി, വിവേകത്തിന്റെ മാർഗം. ഇമ്മത്തൻ, ആ മാർഗത്തിൽ ഞങ്ങൾ ആരാകണം? നേതാക്കളാകുന്ന നിലയിൽ. ആർക്ക് നേതാക്കൾ? തഖ്വയുടെ അഹ്ലുകാർക്ക്. വൽ ഫൗസി, വിജയത്തിന്റെയും, ഫൗസ് വിജയം. ചിന്തൻ മുജന്നദൻ, കീഴ്പ്പെട്ടു പോകുന്ന സൈന്യമായിട്ട്. ആരും തലവെട്ടാനല്ല, ഞങ്ങളെ കാണുമ്പോഴത്തേന് തന്നെ കീഴടങ്ങിപ്പോകും. അങ്ങനത്തെ ആളുകളായി മാറണം. ബാഫക്ക് തങ്ങൾ അതിൽപ്പെട്ട ഒരാളാണ്, ഷംസുൽ അതിൽപ്പെട്ട ഒരാളാണ്. വർത്താനം പറയാനില്ല, ഒരാൾക്ക് വർത്താനം പറയാണ്ടാവില്ല. എന്തുകൊണ്ട്? അവരോടൊരു വാക്ക് പറഞ്ഞാൽ തീരും, പിന്നെ വർത്താനം പറയണ്ട. അവരോടൊരാൾ തർക്കിക്കൂല. എന്നാൽ അവരെ മുഖത്ത് നോക്കിയാൽ തന്നെ ഞങ്ങളോട് ആരോട് അയച്ചു പറഞ്ഞല്ലോ, ആരോടോ പറഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു കണ്ടപ്പോഴത്തേന് ഒരാളെ സംശയം തീർന്നു. ആരും ലോകം കണ്ടൊരു വലിയ പണ്ഡിതൻ, പരിശുദ്ധ ഖുർആന് 30 വാള്യം തഫ്സീർ എഴുതിയ പണ്ഡിതന് ഖുർആനിലെ ചില ആയത്തുകളുടെ അർത്ഥത്തിലും വിശാലമായ വ്യാഖ്യാനത്തിലും ചില ഡൗട്ട്സുകൾ വന്നു. ഈ ഡൗട്ട്സ് തീർക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ അദ്ദേഹം ബഗ്ദാദിൽ പോയിട്ട് ഒരു വേള ആരെ കണ്ടു? ഇമാം ഗസാലി റളിയല്ലാഹുവിനെ കണ്ടതോടുകൂടെ ഫഅസലല്ലാഹു മിൻ ഖൽബി ദാലിക ശക്ക, ആ കണ്ട മാത്രയിൽ ആ ശക്ക അല്ലാഹു തആല നീക്കി. ആ മൊത്തേക്കൊക്കെ പോയി വിളിച്ചത്. കാരണം അതാണത്, കീഴ്പ്പെട്ടു പോകുന്ന സൈന്യം. പിന്നെ അവിടെ വർത്താനം പറയേണ്ട ആവശ്യമുണ്ടോ? ആ മൊത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും പോയി. ഏത് കുടുക്കും ഉണ്ടായിരിക്കും. അങ്ങനല്ലേ ചില ആളുകൾ. ഏത് കെട്ടുവായിരിക്കും അങ്ങനെ ആളുകളുണ്ട്. ക്ലിയർ ആയിരിക്കും അവരൊരു കാര്യം ചെയ്താൽ. ഇവരങ്ങനെയാണ്. ഇവരെ മൊത്തേക്ക് നോക്കിയാലേ അള്ളാഹുവിനെ ബാധിക്കുന്ന സകല ശക്കും അപ്പോൾ നീങ്ങും. അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലദീന ഇദാ റൂഉ ദുക്റല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. ഒരു നിരീശ്വരവാദിയെ കണ്ടാൽ അള്ളാഹ്ക്കെതിരാണ് ഓർമ്മ വരിക, അള്ളാഹ് ഇല്ലാന്ന് മനസ്സിലാവുക. ഒരു വലിയനെ കണ്ടാൽ അള്ളാഹിനെ ഓർമ്മ വരിക. ഒരു വലിയനെ കണ്ടാൽ അള്ളാഹ് കൽബിൽ ഇല്ലാത്തവനെ കൽബിൽ അള്ളാഹു കയറും. ഒരു നിരീശ്വരവാദിയോട് ഒരു മിനിറ്റ് ഒന്ന് കൂടെ ഇരുന്നാൽ മതി, കൽബിൽ നിന്ന് ആര് പോവും? അള്ളാഹു പോവും. എല്ലാവരോടും വർത്താനം പറയാൻ പറ്റൂല. ചില ആളുകളെ വാക്കിൽ സിഹറുണ്ടാവും. ഒരു പിശാച് അവരെ നാവിൻ്റെ തുമ്പിലിരിക്കും. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നിർത്താനേ ഇല്ല. വാദപ്രതിവാദങ്ങളും അല്ല, അല്ലെങ്കിൽ വാദപ്രതിവാദത്തിന് മയനേ ഇല്ല. ഒരാളെ മനസ്സിലാവേണ്ട പറഞ്ഞത് അത്തരം വാദപ്രതിവാദത്തിനെ അർത്ഥമല്ല. ഇല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനുള്ള ആത്മീയ വിദ്യ ഇയാളെ കയ്യിൽ വേണം. ആ വിദ്യ ഇല്ലാതെ വാദപ്രതിവാദത്തിന് പോയാലുള്ള പ്രശ്നം, ഇന്നത്തെ വാദപ്രതിവാദങ്ങളെ അല്ല, അത് അനാവശ്യങ്ങളാണ്. അതിൽ തോറ്റാലും നഷ്ടം വരും, ജയിച്ചാലും നഷ്ടം വരും. ജയിച്ചാൽ മറുകക്ഷി പറയുന്ന ആള് ചില വാദങ്ങളെങ്കിലും ശ്രോതാക്കളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. തോറ്റാലോ ഇയാൾ പരാജയപ്പെടും, ഇയാളെ പാർട്ടിയും പരാജയപ്പെടും. എന്ന് മാത്രമല്ല വലിയ ദുരന്തം അവർക്കെല്ലാം സംഭവിക്കും. അതായത് അവരുടെ മനസ്സിൽ നിന്ന് ആ നന്മ തന്നെ എടുത്തു. ഒരു വാദപ്രതിവാദത്തിന് പരമാവധി ഇല്ലെങ്കിൽ, വാദപ്രതിവാദത്തിന് ഗസാലിമാൻ പോയിട്ടുണ്ട്. ഈശോ ഗസാലി അല്ലല്ലോ. ഗസാലിമാവിന്റെ അടുക്കൽ എന്താണുള്ളത്? അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില നോട്ടങ്ങളുണ്ട്. ആ മനുഷ്യന് മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു സഫാത്ത് പറയാൻ ഒരാൾക്ക് കഴിയില്ല. 99.4% ഇന്നത്തെ കാലഘട്ടത്തിൽ വാദപ്രതിവാദങ്ങൾ മാറ്റി വെക്കുകയാണ് വേണ്ടത്.
നിങ്ങൾ എങ്ങനെ മാന വെച്ചാലും ഞാൻ ആ പക്ഷക്കാരനാണ്, ജയിച്ചാലും തോൽക്കും. വാദപ്രതിവാദം നടത്തണമെങ്കിൽ ആത്മജ്ഞാനം ഈ വ്യക്തിക്ക് വേണം. ആ വ്യക്തി ആ മജ്‌ലിസിലേക്ക് കയറുന്നതോടുകൂടെ അവരുടെ മനസ്സിലൊരു പ്രത്യേക ഹൈബത്ത് ഉണ്ടാവണം. അപ്പൊ അവര് ഒരു സ്വയം ഒതുക്കം ആ സദസ്സിനെ ഉണ്ടാവും. പിന്നെ ഞാൻ മറുപടി പറഞ്ഞോളന്നേ ഇല്ല. മനസ്സിലാവുന്ന പറഞ്ഞു. പിന്നെ ഞാൻ മറുപടി പറഞ്ഞോളം എന്നൊന്നുമില്ല. ആ സദസ്സിൽ കയറിയാൽ തന്നെ ആ ആളുകൾക്ക് എന്താണ്, ഇനി ഒരു മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും, ചില ആളുകളോടൊരു ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് ആ ആള് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ സദസ്സിൽ ബാക്കിയുള്ള ആളുകൾ ചോദിച്ചോനെ കുറ്റപ്പെടുത്തും. ആ ജാതി വർത്താനൊക്കെ മൂപ്പരോട് പറയാൻ പാടുണ്ടോ? എന്തുകൊണ്ട്? ഈ മനുഷ്യന് ഇലാഹിയായ ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായ ഹിമ്മത്തുണ്ടാവും, ഒരു ഹൈബത്തുണ്ടാവും. ആ വ്യക്തിയുടെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ചോദ്യക്കാരൻ ആക്ഷേപിക്കപ്പെടും. അങ്ങനത്തെ ഒരില്ലേ? പറയടൂ, അങ്ങനത്തെ ഒരില്ലേ? ഉണ്ട്. ഇപ്പൊ കണ്യത്തിനോട് ഒരു സദസ്സിൽ ചോദിക്കൂടെ വർത്താൻ ചോദിക്കാൻ പറ്റും? ചോദിച്ചാൽ കണ്യത്ത് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ചോദ്യക്കാരനെ കുറ്റപ്പെടുത്തുക. ജാതി വർത്താനം മൂപ്പരോട് എന്താ വിചാരിച്ച്? അതാരാന്നാ നീ വിചാരിച്ചു? അപ്പൊ ഈ ആരാണെന്നാണ് നീ വിചാരിച്ചത് എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ ആ സദസ്സിലുള്ളവർക്കൊക്കെ ഒരു ഹൈബത്ത് വന്നിട്ടുണ്ട് ആരെപ്പറ്റി. പിന്നെ വാദപ്രതിവാദക്കാരൻ തന്നെ മെലിഞ്ഞേ ചോദിക്കുള്ളൂ. വാക്കിന് ലൈസൻസ് ഇല്ലാത്തവർക്ക് എന്തു ചോദിക്കാം? ഇന്ന് മറുപടി പറയണോന്ന് ലൈസൻസ് ഇല്ല, ചോദിക്കണ ലൈസൻസ് ഇല്ല. അതിൽ ആർക്കാണോ കൂടുതൽ ഹറാമിന്റെ നാവുള്ളത് ഒരു കേൾക്കൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ ഇന്ന് ഈ കാണുന്ന ജാഹിലിയത്തിന്റെ പടപടപ്പിന്റെ പിന്നാലെയാണെങ്കിൽ നിങ്ങൾ നാളെ വരണ്ട. ഈ ജാഹിലിയത്തിന്റെ പിന്നാലെ നടക്കരുത്. ജനങ്ങൾ പലതും പറയും. ഇന്നത്തെ വാദപ്രതിവാദം 90% ഒഴിവാക്കണം, 99%, 30% ഒഴിവാക്കണം. എന്തുകൊണ്ട്? ലൈസൻസ് ഇല്ലാത്ത 2 നാവുകളാണ്. അതിൽ ഒരാൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ലേശ ലൈസൻസ് ഉണ്ടാവും. ഈമാൻ പോകും, മറ്റൊന്ന് ഈമാൻ തന്നെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോകുമെന്ന് പഠിക്കണ്ട. അപ്പൊ ഈ തീരെ ലൈസൻസ് ഇല്ലാത്തവൻ ജയിക്കും. 30 ലൈസൻസ് ഉള്ളവനോ, ചെറിയ ലൈസൻസ് ഒക്കെ ഉണ്ട്, തീരെ ലൈസൻസ് ഇല്ലാന്നില്ല, അങ്ങനത്തെ ഒരുത്തനോ തോൽക്കും. കാരണം അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ എങ്ങനെ ജയിക്കുക? ഇലാഹിയായ ഒരു മഹത്വം ആ വ്യക്തിക്ക് ഉണ്ടാവുക. ആ വ്യക്തി സദസ്സിൽ കയറി വരുന്നതോടുകൂടെ തന്നെ ആ ജനങ്ങളെ ശക്തി നീങ്ങണം. അപ്പൊ അവിടെ വർത്താനമില്ലാതെ പറയില്ല. ഇന്നിപ്പോ നിരീശ്വരവാദിയും ഈശ്വരവാദിയും തമ്മിൽ വാദപ്രതിവാദത്തിന് നിന്നാൽ ഈശ്വരവാദി ജയിച്ചാൽ തന്നെയും നിരീശ്വരവാദിയുടെ ചില വാക്കുകൾ ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കും. എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഇവൻ ഈശ്വരവാദിയുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ എന്ത് അവന്റെ മനസ്സ് പറയും? എന്നാലും ആ പറഞ്ഞതിന് മുഴുവൻ മറുപടി അറിഞ്ഞില്ല. എന്തുകൊണ്ട് അങ്ങനെ തോന്നിയത്? എന്ത് തോന്നി? അങ്ങനെ ഒരു വ്യക്തിപ്രഭാവന ഈ മറുപടി പറയുന്ന വ്യക്തിക്കും ഇല്ല. വെറും നാവിന്റെ തല്ലാണ്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ജിന്ദം മുജന്നദൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കയറി ചെല്ലുമ്പോഴത്തന്നെ അവരൊതുങ്ങണം. ഏതൊരു വ്യക്തിയും പിന്നെ അവിടെ യുദ്ധത്തിന്റെ ആവശ്യമില്ല, പിന്നെ അവിടെ വാദപ്രതിവാദത്തിന്റെ ആവശ്യവും ഇല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് ആഖിർ സമാനാണ്. ഇനി നിങ്ങൾ ആ വിചാരിച്ചൊന്നും നല്ലതല്ല, ഒഴിവായി പോയി. അല്ലാഹു തആല വെളിച്ചം കൊടുക്കണം, വെളിച്ചം കിട്ടും, ഒന്നുമില്ല. വാദപ്രതിവാദം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? തോറ്റവനും ജയിച്ചവനായിട്ട് പോരും. ജയിച്ചവനും ജയിച്ചു, തോറ്റവനും ജയിച്ചു, അങ്ങനെ പറഞ്ഞു. ഒരു വാദപ്രതിവാദം കഴിഞ്ഞിട്ട് ഒരു നിരീശ്വരവാദിയെങ്കിലും ഈശ്വരവാദിന്റെ കൂട്ടത്തിൽ വരില്ല. കാരണം അവർ ചോദിക്കാൻ വന്നവരാണ്, മറ്റൊരു അത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ചോദ്യം ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറയും. ദഅവത്ത്, അതിന് ദഅവത്ത്. എന്താണ് ദഅവത്ത്? കണ്ടവരോടൊക്കെ മുസ്ലിം ആണെന്നറിയാം. അതൊന്നല്ല ദഅവത്ത്. അങ്ങനെ ദഅവത്ത് ചെയ്ത് തെറ്റാണെന്നൊന്നല്ല, അതൊന്നല്ല ദഅവത്ത്. ദഅവത്ത് നീ ഒരു അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട വ്യക്തിയായി വളരില്ല. ആ വ്യക്തി ഏത് ഇരുട്ടിനെ നീക്കും. ചിന്തിക്കും. ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം 10,000 മുസ്ലിമായി. വഫാത്തായ ദിവസം 10,000 മുസ്ലിമായത്. ഒരു മനുഷ്യൻ മരിച്ചിട്ട് 10,000 മുസ്ലിമാവും. എന്തുകൊണ്ട്? ആ മനുഷ്യൻ അത്രയും നല്ല മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന്റെ മാർഗം എനിക്ക് സ്വീകരിക്കണം. അതന്നെ ആ മനുഷ്യനോടുള്ള മഹത്വം. ഇപ്പൊ കോൺഗ്രസ് ആയതിന്റെ പിന്നിൽ നിനക്ക് ലക്ഷ്യം ഉണ്ടാകേണ്ടത് അത് ഗാന്ധിജിയുടെ മാർഗമാണ്, അപ്പോൾ അത് നാശവാൻ തരമില്ല എന്നൊരാൾ ചിന്തിച്ച അതാണ് അതിന് കാരണം. അല്ലാതെ അതിന്റെ തിയറിയോ ഫിലോസഫിയോ അല്ല. ഖൈദുൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മാർഗം അത് പേക്കാൻ തരമില്ല, അതൊരു വിശ്വാസമാണ്. അപ്പോഴും ആ വ്യക്തിയാണ് നിന്നെ സ്വാധീനിച്ചത്. ഇതിന്റെ ഉള്ളിലുള്ള കടലാസല്ല, അതിന്റെ ഫിലോസഫിക്കൽ എന്താ പറയാ തിയറികൾ എഴുതി വെച്ച കടലാസല്ല നിന്നെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? ആ വ്യക്തി സ്വാഭാവികമായും അതിനോട് ഒഴിഞ്ഞിക്കൊടുക്കും. അപ്പോൾ ഞങ്ങളെ ആരാകണം? സ്വലാത്തും വതസ്ലീമുൻ അലാ മൻ സമത് ബിഹി ജമീഉൽ വറാ വസ്സഹബി വല്ലാലി അഹ്മദാ. സ്വലാത്തുൻ വതസ്ലീമുൻ, അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും എല്ലാം അനുഗ്രഹങ്ങളും അനുഗ്രഹ വർഷവും രക്ഷയും എല്ലാം ഉണ്ടാകട്ടെ. അലാമൻ, ഒരാളുടെ മേൽ, സമത് ബിഹി, ആ ആളെ കൊണ്ട് മേലെയായിട്ടുണ്ട്, ജമീഉൽ വറാ, സകല സൃഷ്ടിജാലങ്ങൾ, സകല സൃഷ്ടികളും ആ ആളെ കൊണ്ടാണ് മേലെയായത്. മേലെയായത് മുഹമ്മദ് മുസ്തഫയെ കൊണ്ടാണ്. കാരണം ഒരാളെ മുന്നിലും ബേക്കിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. അതത്രയും വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ പഠിച്ചോടുത്ത് വന്ന ഭാഗതയാണ് അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹിനെ ഇനിയും 1400 കൊല്ലം ജനങ്ങൾ പഠിക്കാത്തതും ഇന്ന് നിനക്ക് നബിയെ പഠിക്കാൻ കഴിയും. സത്യം സത്യം സത്യം, നീ പഠിക്ക്. അതായത് 1400 കൊല്ലത്തെ ജനങ്ങൾക്ക് പഠിച്ചിട്ടെത്താത്തത് ഇന്ന് നിനക്ക് നബിയെ പറ്റി പഠിക്കാൻ കഴിയും. കാരണം ഖിയാമത്ത് നാളെ വരെ പഠിച്ചാലും തീരാത്തത്ര വലിയ വ്യക്തിത്വമാണ് ആരുത്? മുഹമ്മദ് മുസ്തഫ. അതല്ലേ ഇതിനർത്ഥം? ഇത്ര കാലം ആര് പറഞ്ഞാലും തീരൂല. അങ്ങനെ ബുർദയിൽ എങ്ങനെ എന്താ അർത്ഥം? എന്താ വരി? എന്താണ് വരി? فإن فضل رسول الله ليس له حد فيعرب عن هناطق بفمي. فإن فضل رسول الله ليس له حد. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഒരു പരിധിയില്ല. فيعرب عن هناطق, അപ്പോഴല്ലേ ഒരു സംസാരിക്കുന്ന ഒരാൾക്ക് സംസാരിച്ച് തീർക്കാൻ കഴിയും. ഒരു വായു കൊണ്ടത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ഗവേഷണം നടത്തിയവന് ഗവേഷണം നടത്തി തീർക്കാനും കഴിയില്ല. 1400 കൊല്ലം ജനങ്ങൾ നബിയെ അറിയാത്തത് ഇന്ന് നിനക്ക് നബിയെ അറിയാൻ കഴിയും. നീ ആത്മാർത്ഥം. അതിനർത്ഥം 1400 കൊല്ലക്കാര് മോശമായതുകൊണ്ടല്ല, അവരും നബിയെ പഠിച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. നിനക്ക് പുതിയത് പഠിച്ചൂടെ? പഠിക്കാം. ഖിയാമത്ത് നാൾ വരെ പഠിച്ചാൽ തീരാത്ത വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ. അത്രയും വലിയ ആളാണ്. അപ്പൊ ഇന്ന് മേലെയാകാം. ഈ ആധുനിക ജനതയിൽ നീ നബിയെ പറ്റി പഠിക്ക്, നിനക്ക് മേലെയാകാം. ഏതൊരാൾ മേലെയായിട്ടുണ്ടെങ്കിലും അത് നബിയെ കൊണ്ടാണ്. സമത് ബിഹി, ആ നബിയെ കൊണ്ടാണ് മേലെയായത്. ജമീഉൽ വറ, സകല സൃഷ്ടികളും. വല്ലാലി, അവിടുത്തെ കുടുംബത്തിനും, വസ്സഹബി, അവിടുത്തെ സഖാക്കൾക്കും. അഹ്മദൻ മുഹമ്മദ് മുസ്തഫ അഹ്മദ് സല്ലല്ലാഹു, അതായത് അഹ്മദ് നബിയുടെ മേൽ സ്വലാത്തും വതസ്ലീമുൻ. ഇവരെ പേര് പറയാതെ അവിടെ പേര് ഒഴിവാക്കിയത്. സ്വലാത്തും വതസ്ലീമുൻ അലാ മൻ സമത് ബിഹി ജമീഉൽ വറ വസ്സഹബി വല്ലാലി അഹ്മദാ. സ്വലാത്തു വതസ്ലീമുൻ, അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും എല്ലാം ഉണ്ടാകട്ടെ അലാമൻ, ഒരാളുടെ മേൽ. സമത് ബിഹി, ആ ആളെ കൊണ്ടാണ് മേലെയായത്. ജമീഉൽ വറ, സകല സൃഷ്ടികളും. വല്ലാലി, അവിടുത്തെ കുടുംബത്തിനും. വസ്സഹബി, സ്വഹബി വല്ലാലി, വസ്സഹബി സ്വഹബിനും വല്ലാലി ആലിനും. അഹ്മദ, ആ വ്യക്തി അഹ്മദ് മുസ്തഫ ആണെന്ന നിലയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ്, ഞാനിവിടെ മൻ എന്ന് പറഞ്ഞത് അഹ്മദ് മുസ്തഫ തങ്ങളെ പറ്റിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹർഫുൽ ഖാഫ് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ അത് ഇതുവരെ ഉള്ളതൊന്ന് ചൊല്ലി. إن اعتناء المصطفى عين كيمياء فقد صار عذبا ماء ملح تعودا ولنا بعير كان صعبا وأينعت
نخيل بعام بيره صار مزبدا أعطيك سلمان بشوق حبيبنا ولا تتناهى لو ملأت المجلدا لأن الذي للأنبياء من خوارق به نالها الأرسال خيرا محشدا كذاك كرامات لأهل ولايتي فمنه أنيل ما أنيل ليحمدا يا بر يا كافي بجاه نبينا لترزق عبيدا ما يروم وترشدا لتكفي عنا وكفنا الدهر سيدي جميع شرور قد قضيت وأيدا ومدى صفاتي من صفاتي كسرمدا وكمل لعرفاني وعلمي وسددا وتبصرني والمنتمين لحزبنا مناهج حق الحق دهرا مؤبدا وتهدينا نهج الرشاد أئمة لأهل التقى والفوز جندا مجندا صلاة وتسليم على من سمت به جميع الورى والصحب والآل أحمدا سبحانه وتعالى എല്ലാ റഹ്മത്തിന്റെ വാതിലും തുറന്നേരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരട്ടെ.